ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ മീഡിയ സംഘടനയും മലയാളത്തിലെ മുൻനിര ഓൺലൈൻ മാധ്യമ മാനേജ്മെന്റ് അസോസിയേഷനുമായ കോം ഇന്ത്യയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സംഘടനയുടെ പുതിയ പ്രസിഡന്റായി സത്യം ഓൺലൈൻ എഡിറ്റർ വിൻസെന്റ് നെല്ലിക്കുന്നിനെയും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയായി മലയാളി വാർത്താ എഡിറ്റർ സോയിമോൻ മാത്യുവിനെയും തെരഞ്ഞെടുത്തു. ട്രൂവിഷൻ ന്യൂസ് എഡിറ്റർ കെ ശ്രീജിത്താണ് പുതിയ ട്രഷറർ. കൊച്ചി IMA ഹാളിൽ ചേർന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭരണസമിതിയെ പ്രഖ്യാപിച്ചത്. യോഗത്തിൽ കുഞ്ഞിക്കണ്ണൻ മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. മറ്റ് ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും: കുഞ്ഞിക്കണ്ണൻ മുട്ടത്ത്, കാസർകോട് വാർത്ത; കെ ബിജിനു, കേരള ഓൺലൈൻ ന്യൂസ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. KR രതീഷ്, ഗ്രാമജ്യോതി; സ്മിത അത്തോളി, മലബാറി ന്യൂസ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. ഷാജൻ സ്കറിയ, മറുനാടൻ മലയാളി; PR വന്ദന, വൺ ഇന്ത്യ; സാജ് കുര്യൻ, സൗത്ത് ലൈവ്; അബ്ദുൾ മുജീബ്, K വാർത്ത; K ഷാജി, എക്സ്പ്രസ് കേരള; അജയ് മുത്താന, വൈഗ ന്യൂസ്; അല്ലമീൻ, ഈ വാർത്ത; ഇസ്ഹാഖ് ഈശ്വരമംഗലം, മലബാർ ന്യൂസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. ഡിജിറ്റൽ മാധ്യമ മേഖലയിൽ നിർണായക സാന്നിധ്യം: കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തെയും ഡിജിറ്റൽ മീഡിയ സംഘടനയാണ് കോം ഇന്ത്യ. വ്യാജ വാർത്തകൾ തടയുന്നതിനും ഡിജിറ്റൽ മാധ്യമരംഗത്ത് ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും സംഘടന നിരന്തരം പ്രവർത്തിച്ചു വരുന്നു. നേട്ടം: 12 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് 2023 ഡിജിറ്റൽ മാധ്യമങ്ങളുടെ പുതുക്കിയ മീഡിയ ലിസ്റ്റ് പുറത്തിറക്കിയത് കോം ഇന്ത്യ നടത്തിയ ശക്തമായ നിയമസംഘടനാ ഇടപെടലുകളുടെ ഫലമായിരുന്നു. അതേസമയം ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകരുടെ വേഷമണിഞ്ഞ് സ്ഥാപനങ്ങളെയും വ്യക്തികളെയും വ്യാജ വാർത്തകളുടെ പേരിൽ ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ ഇന്ത്യയുടെ അതായത് കോം ഇന്ത്യ വാർഷിക ജനറൽ ബോഡി യോഗം സർക്കാരിനോടും പോലീസ് അധികൃതരോടും ആവശ്യപ്പെട്ടു. ക്രിമിനലുകളെ അടിച്ചമർത്താൻ പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ മാതൃകയിൽ ബ്ലാക്ക്മെയിലിംഗ് മാധ്യമപ്രവർത്തനത്തിനെതിരെയും പ്രത്യേക ഡ്രൈവ് വേണമെന്ന് കോം ഇന്ത്യ വ്യക്തമാക്കി. യൂട്യൂബ് ചാനലുകൾ, ഫേസ്ബുക്ക് പേജുകൾ, ന്യൂസ് എന്ന് പേരിടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, ബ്ലോഗുകൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്താണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വ്യാപക തട്ടിപ്പും ബ്ലാക്ക്മെയിലിംഗും അരങ്ങേറുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, വ്യാപാരികൾ, ബിസിനസ്സുകാർ തുടങ്ങിയവരിൽ നിന്ന് വ്യാജ വാർത്തകൾ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങളാണ് ഇത്തരം സംഘങ്ങൾ തട്ടിയെടുക്കുന്നത്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചും വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചും നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന യഥാർത്ഥ ഓൺലൈൻ മീഡിയ സ്ഥാപനങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കുകയാണ്.